ഞാൻ ആദ്യം വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഔട്ട് ഓഫ് ബോക്സ് പരിപാടിയാണ്, നമുക്കതല്ലേ വേണ്ടത്. ഡയറക്ടറും പ്രൊഡ്യൂസറിൻ്റെയും നെക്സസിലുള്ള ഒരു ട്രിക്കാണോ എന്ന് വരെ ഞങ്ങൾ സംഗീത സംവിധായകർ ശക്തമായി ചോദിക്കുകയാണ്. കാരണം പടം ചെയ്തു വരും 5, 6, 7 പാട്ടൊക്കെ ഉണ്ടാവും പല പടങ്ങളിലും. പക്ഷെ വരുമ്പോൾ അങ്ങനെ ഒരു പാട്ടും ഒരു അരപ്പാട്ടും. മലയാളത്തിലെ ആദ്യത്തെ ടൈം ലൂപ്പ് ത്രില്ലർ ചെയ്ത ഡയറക്ടർ എന്ന് പറയപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. തിരിച്ച് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് കരിയറിനെ അത് ബാധിക്കില്ലേ? ആക്ച്വലി ഐ ഡിഡ് നോട്ട് ഇൻറ്റൻഡ് ടു ഈവൻ മേ ബി കം ബാക്ക്. ഇവിടെ നമ്മൾ പണ്ടത്തെ കണ്ട പോലെ അല്ല ഇപ്പോൾ രാഹുൽ ബെൽജിയത്തിലും ഈജിപ്തിലൊക്കെ പോയി പഠിച്ചിട്ട് അവൻ വേറെ ലെവലിലേക്ക് സ്പെയിനിലൊക്കെ പോയി പഠിച്ചിട്ട് ആള് ഇനിയും മേലെ കയറി ഇരിക്കുന്ന സമയമാണ്. ഒരേ കൊറിയോഗ്രാഫർ വെച്ചിട്ട് ഈ 5 ഫൈറ്റും ചെയ്താൽ അത് 5 ഒരേപോലെ ഇരിക്കും എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അതിനാ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ മാറ്റി പ്ലാൻ ചെയ്തത്. ഒരു ഉത്സവപ്പറമ്പിൽ ആന ഇടഞ്ഞു, ആളുകൾ ഓടി, ഒരു പേപ്പറിൽ അത്ര എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അത് എടുക്കാൻ ഒരു 50 ഷോട്ടെങ്കിലും എടുക്കണം. സംവിധായകൻ ഉല്ലാസ് കൃഷ്ണ, സംഗീത സംവിധായകൻ രാഹുൽ രാജ് എന്നിവരാണ് റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. ഈ പുഷ്പവിമാനം എന്ന സിനിമയുടെ റിലീസാണല്ലോ ഏറ്റവും പുതിയ വിശേഷം. ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് ഇപ്പോൾ ഡീകോഡ് എക്സ്പേർട്ടുകളുടെയും കൂടി പ്രത്യേകതയാണ്. ഇപ്പോൾ ഇതിൻ്റെ താഴെ മൊത്തം വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ടൈം വരുന്നുണ്ട്, പുഷ്പവിമാനം എന്ന പേരാണ്, മലയാളത്തിൻ്റെ മാനാടാണോ എന്നുള്ളൊരു ചോദ്യം. മാനാട് എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം ലൂപ്പ് സിനിമയാണോ എന്നുള്ള ഇങ്ങനൊരു ചോദ്യമാണ് നിങ്ങളും ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവാം. യഥാർത്ഥത്തിൽ ഇത് ഒരു ടൈം ലൂപ്പ് ചിത്രമാണോ? തീർച്ചയായിട്ടും ഇതൊരു മലയാളത്തിലെ ആദ്യത്തെ ടൈം ലൂപ്പ് ഫാൻറ്റസി ത്രില്ലറായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, മേക്ക് ചെയ്തിരിക്കുന്നത്. എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് നമ്മുടെ ഈ പടത്തിൻ്റെ ടാഗ് ലൈനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ 1 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു ചലഞ്ചിങ് ആയിരുന്നു. ഇതിൻ്റെ പറയുന്നത് പോലെ എളുപ്പമായിരുന്നില്ല അത് ഷൂട്ട് ചെയ്യാനും, വളരെ ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സിനിമ. ഓക്കെ, ഈ പുഷ്പവിമാനം എന്നാണല്ലോ പേര്. ഇപ്പം ചില നമ്മൾ കണ്ട ചില ടൈം ലൂപ്പ് ചിത്രങ്ങളിലെങ്കിലും ഈ പുരാണവും മിത്തും സയന്റിഫിക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും മിത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പടത്തിൽ നമ്മൾ സർപ്രൈസിങ് ആയിട്ട് ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോസ്റ്ററിലും ട്രെയിലറിലും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഷാഡോ വെച്ചിട്ടുണ്ട്. ആ കഥാപാത്രം ഈ പടത്തിൻ്റെ ഏറ്റവും മലയാളത്തിലെ ഒരു പ്രമുഖ നടനാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സിജു വിൽസനും ബാലു വർഗീസും കൂടാതെ ഒരു നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു യൂത്ത് ആർട്ടിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ആ കഥാപാത്രത്തിൻ്റെ കണക്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു പേരാണ്, പക്ക ഒരു ഫാൻറ്റസി ഉള്ള ഒരു നെയിമാണ് പുഷ്പവിമാനം. നമ്മൾ ഈ ട്രെയിലറിൻ്റെ സാധനം പറഞ്ഞ പോലെ തന്നെ ആ കഥാപാത്രം ആരാണ് എന്നുള്ള ചില സാധനങ്ങളും പല താരങ്ങളുടെയും പേരുകൾ കമൻറ്റ് വരുന്നുണ്ട്. രാഹുലിനോട് ചോദിക്കുകയാണ്, ഇപ്പം നമുക്ക് ചില ചൂസിങ്ങിന് ചില റീസൺസ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഇന്നയാളെ അല്ലെങ്കിൽ ഇന്ന പടം ഞാൻ ചൂസ് ചെയ്യുന്നതിന് ഇന്ന കാരണം. ഇപ്പം അത് സംവിധായകനും ഉണ്ടാവും, രാഹുൽ രാജിനും ചൂസ് ചെയ്തതിന് ഒരു റീസൺ സംവിധായകനും ഉണ്ടാവും, രാഹുൽ രാജിനും ഒരു റീസൺ ഉണ്ടാവും. അത്തരത്തിൽ ഈ പടത്തിൻ്റെ കഥ കേട്ട സമയത്ത് ഇത് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ആദ്യത്തെ റീസൺ ഉല്ലാസിനെ കുറേ വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള സിനിമകളിലൊക്കെ പലതിലും ഉല്ലാസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ പലപ്പോഴും സ്കോറ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാനൊക്കെ വരുമ്പോൾ ആദ്യം ചിലപ്പോൾ ഉല്ലാസ് വരും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ ഒരു ബന്ധം അന്നേ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് ഇപ്പോൾ മച്ചാനെ ഡയറക്ടർക്ക് ഏതായിരിക്കും വർക്കാകുക എന്നുള്ള ഡിസ്കഷൻ ഞങ്ങൾ തമ്മിലുണ്ടാവും. ആ ഒരു ഫ്രണ്ട്ലി ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം മുതലേ ഉല്ലാസ് എപ്പോൾ വേണമെങ്കിലും ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ഒരു എനി ടൈം ഹി ക്യാൻ ബ്രേക്ക് ത്രൂ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. കുറച്ച് സമയം എടുത്തെങ്കിൽ പോലും ഉല്ലാസിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ഉല്ലാസിനും ഉണ്ടായിരുന്നു എന്നുള്ള തീർച്ചയായിട്ടും അതായിരുന്നു ഫസ്റ്റ് ക്രൈറ്റീരിയ, മെയിൻ ക്രൈ. അപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, വാട്ട് എവർ ഹി വിൽ കം അപ്പ് വിത്ത് അതിനൊരു സ്റ്റാൻഡേർഡ് കണ്ടന്റ് ഉണ്ടാവും എന്നുള്ള എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. നമുക്ക് ചില ആളുകളുടെ അടുത്തൊരു കൺവിക്ഷൻ ഉണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യാം അല്ലേ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാസ് ദിസ് പേഴ്സൺ, ദിസ് ഡയറക്ടർ. അപ്പോൾ പുള്ളി ഇരുത്തിക്കൊണ്ട് ബിരിയാണി അപ്പോൾ മെയിൻലി അത് തന്നെയായിരുന്നു. അപ്പം ഐ വാസ് വെരി ഹാപ്പി. ഈ കണ്ടന്റ് പറഞ്ഞപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. കാരണം അത് ഈ പറഞ്ഞൊരു പുതുമയുള്ള ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ രസമായിരിക്കും, നല്ലൊരു പരിപാടി ചെയ്യാം എന്നൊരു സന്തോഷം. ഈ സ്റ്റോറി പറഞ്ഞ സമയത്ത്
മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചിരുന്നോ? ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം മലയാളത്തിൽ ആദ്യത്തെ ടൈം ലൂപ്പ് ചിത്രം കൂടിയാണ്. അപ്പം മലയാളത്തിൽ നമുക്കിതിന് പ്രത്യേകിച്ച് മുൻമാതൃകളോ സാധനങ്ങളോ ഒന്നുമില്ല. അതേസമയം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ടൈം ലൂപ്പും സാധനങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ മറ്റ് സിനിമകളുമായിട്ടൊന്നും ഒരു തരത്തിൽ പോലും ക്രിയേറ്റീവ് സാമ്യതകളും വരാൻ പാടില്ല. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തന്നിരുന്നോ? അതിനെന്തെങ്കിലും ഇതെടുത്തിരുന്നോ? നിർദ്ദേശമല്ല, ഞങ്ങൾ ആക്ച്വലി ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഇതിന് മുൻമാതൃകളുള്ള സിനിമകളൊന്നും കണ്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലെങ്കിൽ ഞങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ തന്നെ ആ ഒരു സാമ്യത എന്ന് പറഞ്ഞൊരു പ്രശ്നം, ഞാൻ ആക്ച്വലി ഈ പറഞ്ഞൊരു ഇപ്പൊ മാന്നാർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഉല്ലാസ് ആദ്യം പറഞ്ഞ അത് കാണണ്ടെന്ന് അങ്ങനൊരു, അതായത് മുൻമാതൃക നമ്മളെ സ്വാധീനിക്കേണ്ട എന്നുള്ളൊരു കാര്യം തന്നെയാണ് മെയിൻലി. പിന്നെ ഈ സബ്ജക്റ്റിന് ഒരു ഫോർവേഡ് പേസിംഗ് ഉണ്ട്, ഒരു സെൻസ് ഓഫ് ഏർജൻസി ഉണ്ട്. അല്ലെ ഈ പറഞ്ഞ ഒരു മിനിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി നമുക്ക് 1 മിനിറ്റിൽ 60 സെക്കൻഡ്സിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ചില സമയത്ത് ഇപ്പോൾ 1 മിനിറ്റിൽ ചില 1 മിനിറ്റിന് വേണ്ടിയായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു ട്രാഫിക് ജാമിൽ നിന്നിട്ട് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷനോ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾക്ക് ആ 1 മിനിറ്റിന്റെ വാല്യൂ മനസ്സിലാവും അല്ലേ. ആ ട്രാഫിക് ജാം മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു സെൻസ് ഓഫ് ഏർജൻസി ഉണ്ട്. ആ ഒരു ഫോർവേഡ് പേസിങ് ഈ സിനിമയ്ക്ക് ഒരു രസകരമായിട്ട് അത് ഇവർ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഷൂട്ടിൽ ഈ സാധനം കൺവിൻസിങ് ആയിട്ട് വരികയും കൂടെ വേണമല്ലോ. ആ ഒരു സാധനം എനിക്കൊന്ന് ഡയറക്ടറും എഡിറ്ററും തമ്മിലൊരു ഭയങ്കര സിങ്ക് ആ ഒരു കാര്യത്തിലുണ്ടായിരുന്നു എനിക്ക് തോന്നി. അപ്പോൾ അത് കണ്ടപ്പോഴും നമ്മൾ അടിപൊളി. ഇപ്പം ഈവൻ അത് കഴിഞ്ഞിട്ടാണെങ്കിലും കുറേ ഡിസ്കഷൻസിലൂടെ അത് ഐട്രേറ്റ് ചെയ്ത് അവരത് റീവർക്ക് ചെയ്ത് എത്രയോ വേർഷൻസിലോട്ടാണ് അത് എത്തിയെന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം സ്വാഭാവികമായിട്ട് രാഹുലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് സുഹൃത്താണ് എന്നുള്ള പറഞ്ഞു എങ്കിൽ പോലും ഇപ്പം എനിക്ക് അതിലെ ടീച്ചറിലൊക്കെ വരുന്ന ആ ഇംഗ്ലീഷ് ട്രാക്ക് എനിക്ക് ഫസ്റ്റ് ടൈം കേട്ടപ്പം തന്നെ ഓക്കെ കൊള്ളാം എന്നുള്ളൊരു ഫീലാണ് ഉണ്ടായത്. സോ ഈ മ്യൂസിക്കിൻ്റെ ഒരു പ്രാധാന്യം എന്തായാലും ഈ ചിത്രത്തിന് ആവശ്യമാണ്. ടൈം ലൂപ്പും കൂടി ആയതുകൊണ്ട് എന്തായാലും ആവശ്യമാണ്. അപ്പം എന്തായിരുന്നു ഈ വർക്ക് ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ സൗഹൃദത്തിൻ്റെ പുറത്തിനേക്കാൾ ഉപരി എനിക്ക് രാഹുൽ അത് പറഞ്ഞു, അതൊക്കെയാണ് കറക്റ്റാണ്. എനിക്ക് രാഹുലിൻ്റെ വർക്കുകൾ എല്ലാം ഇഷ്ടമാണ്. ഞാൻ അത്യധികം രാഹുലിൻ്റെ പാട്ടുകളെ ആസ്വദിക്കുന്ന ആളാണ്. ഇപ്പോൾ ഏറ്റവും നല്ല മെലഡിയും രാഹുൽ വന്നപ്പോൾ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള സോങ്ങുകളും ഇപ്പോൾ ബാച്ചിലർ പാർട്ടി പോലുള്ള പടങ്ങളിൽ അന്നത്തെ ഏറ്റവും ട്രെൻഡായിരുന്നു ആ പാട്ടുകളെല്ലാം. അപ്പോൾ രാഹുലിൻ്റെ ഡെപ്ത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു അണ്ടർ റേറ്റഡ് മ്യൂസിക് ഡയറക്ടറാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൾക്കാരങ്ങ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ യൂസ് ചെയ്തിട്ടില്ല. ഇത് വേറെ ലെവൽ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പഴയ ഗുരുനാഥനായ ഡയറക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പണ്ടത്തെ കണ്ട പോലെ അല്ല ഇപ്പോൾ രാഹുൽ ബെൽജിയത്തിലും ഈജിപ്തിലൊക്കെ പോയി പഠിച്ചിട്ട് അവൻ വേറെ ലെവലിലേക്ക് സ്പെയിനിലൊക്കെ പോയി പഠിച്ചിട്ട് ആള് ഇനിയും മേലെ കയറി ഇരിക്കുന്ന സമയമാണ്. അത് നിന്റെ വർക്കിൽ പക്ഷേ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, രാഹുൽ രാജ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ അയാളുടെ സോൾ ഇട്ടിട്ട് 100% ഡെഡിക്കേറ്റ് ചെയ്ത് തന്നൊരു ഔട്ടായിരിക്കും എൻ്റെ പടത്തിൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക്. എന്ന് വെച്ചാൽ മറ്റു പടങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തില്ല എന്നല്ല, എന്നാൽ അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ രാഹുൽ രാജിൻ്റെ ഒരു എബിലിറ്റി എന്താണ്, അദ്ദേഹത്തിന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഏത് ലെവലിലായിരിക്കും. ഇപ്പോൾ എൻ്റെ ഈ പടത്തിൽ ട്രെയിലർ അടക്കം നിങ്ങൾ നോക്കിയാൽ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ്, ഞാൻ ആദ്യം വെച്ചപ്പോൾ എനിക്ക് മച്ചാൻ ഇതൊരു ഔട്ട് ഓഫ് ദി ബോക്സ് പരിപാടിയാണ്, നമുക്കതല്ലേ വേണ്ടത്. അങ്ങനെ നമ്മുടെ ചർച്ചകൾ അങ്ങനെയാണ് എപ്പോഴും. അപ്പോൾ ടോട്ടലി ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഔട്ട് ഓഫ് ദി ബോക്സ് പരിപാടിയാണ് പുള്ളി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്ന് കടന്നു ഇപ്പൊ ഈ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ ഉല്ലാസ് ഇപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറയാണ്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും. എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ എന്താണ്, അപ്പൊ അത് വർക്കാണെങ്കിൽ ഉല്ലാസിന് ഓക്കെ. അതല്ലാണ്ട് ഒരു ഈ പറഞ്ഞ ഒരു പൂർവ്വ മാതൃകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിൽ ഇങ്ങനെ വേണം എന്നുള്ളതിന് പകരം ഇപ്പൊ അത് ഇനീഷ്യലി വർക്ക് ആയില്ലെങ്കിൽ ഹി വിൽ ആസ്ക് മീ ഓക്കെ എന്തായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഉദ്ദേശിച്ചെടുത്ത് നമുക്ക് എത്താൻ പറ്റിയാൽ മതിയല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു 95% ഉല്ലാസ് ഇപ്പൊ ഞാൻ പറയുന്ന എക്സ്പ്ലനേഷനിൽ ഇപ്പൊ നമ്മൾ എന്താണെങ്കിലും ഒരു ചെറിയൊരു ഒരു പെർട്ടിക്കുലർ ടോൺ ഇട്ടാൽ പോലും ഒരു ദർ ഇസ് എ റീസൺ അല്ലെ, എന്തിനായിരിക്കും, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് വേണ്ടിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പിന്നീട് ലിങ്ക് ചെയ്യാനോ എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസ് ഫൈൻ. ഓക്കെ. അല്ലാതെ ഇത് വേണ്ട ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു തവണ പോലും ഉണ്ടായിരുന്നില്ല. ഒരു ഒറ്റ റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് എല്ലാ വർക്കിലും അങ്ങനെയല്ലേ ഹൈട്രേറ്റ് ചെയ്ത് വർക്ക് ഉണ്ടായി വരിക. പക്ഷെ അത് റിജക്ഷൻ എന്നുള്ള രീതിയിലല്ല. അല്ലെ ലെറ്റ്സ് ഫൈൻഡ് സംതിങ് എൽസ്, അല്ലെങ്കിൽ ഇതിൽ ബെറ്റർ ആയിട്ടുള്ള വേറെ ഒരു പരിപാടി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു രീതി. അപ്പോൾ അത് രസമായിട്ടുണ്ടായിരുന്നു തോന്നുന്നു ആ ഒരു പ്രോസസ്സ്. ഓക്കെ. ഉല്ലാസിൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പം ഈ പടത്തിൻ്റെ ടീസർ കണ്ട സമയത്ത് ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, 3ഓളം ആക്ഷൻ
കൊറിയോഗ്രാഫേഴ്സിന്റെ പേര് കണ്ടു. ഇതിനു മുൻപ് ഇറങ്ങിയൊരു BTS വീഡിയോ ഉണ്ടായിരുന്നു, വണ്ടിയുടെ മുകളിലൂടെ സിജു ചാടുന്നൊരു സംഭവം. ഇപ്പുറത്തെ ടൈം ലൂപ്പ് പോലെ നിൽക്കുന്ന സമയത്തും ഇതൊരു ആക്ഷനും കൂടി ഇതിനകത്തൊരു പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്നു. 5 ഫൈറ്റ് സീക്വൻസുകളുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള. അത് ഓരോ കൊറിയോഗ്രാഫിയും 3 ഫൈറ്റ് ഒരു കൊറിയോഗ്രാഫറാണ് ചെയ്തത്. കലൈ കിങ്സൺ, ഒരു ഫൈറ്റ് സ്റ്റൺ സിൽവ, പിന്നെ ഒരു ഫൈറ്റ് മാഫിയ ശശി. അങ്ങനെ ഡിഫറെന്റ്, അത് അങ്ങനെ തന്നെ കൊറിയോഗ്രാഫേഴ്സിന് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. ഒരേ കൊറിയോഗ്രാഫർ വെച്ചിട്ട് ഈ 5 ഫൈറ്റും ചെയ്താൽ അത് 5 ഒരേപോലെ ഇരിക്കും എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അതിന് ആ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ മാറ്റി പ്ലാൻ ചെയ്തത്. അത് ആ പടത്തിൽ അത് എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിജുവിന്റെ കരിയറിലും ഒരു ഇത്തരത്തിൽ ആക്ഷൻ ചെയ്യുന്നത്. അതെ, സിജു നല്ലതായിട്ട് ഈ പടത്തിന് വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്തായിരുന്നു. പുള്ളിയുടെ ഫിസിക്ക് തന്നെ നിങ്ങൾ ആ പടത്തിൽ നോക്കിയാൽ തന്നെ പുള്ളി നന്നായിട്ട് ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പാർക്കോർ പരിശീലിച്ച് പഠിച്ച് അതേപോലെ ലുക്ക് ആൻഡ് ഫീൽ എല്ലാം പുള്ളിയുടെ ഒരു ഫ്രഷ് ആണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഒരു 19ാം നൂറ്റാണ്ടിന് ശേഷം ഒരു പക്ഷേ ആ പടമായിരിക്കും സിജുവിന് ഏറ്റവും അധികം മാർക്കറ്റ് ചെയ്യപ്പെട്ട സിനിമകളിലൊന്ന്. അതിനുശേഷം സിജുവിന് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പ്രേക്ഷകർ നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ള നടനാണ്, നല്ല ഹാർഡ് വർക്കിംഗ് ഉള്ള നടനാണ്. കെമിസ്ട്രി, ബാലുമായിട്ടുള്ള കെമിസ്ട്രി, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബോണ്ട്. ഈ പടത്തിൽ നല്ല സൗഹൃദത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് ബാലു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത്. അവർ തമ്മിലെ കോംബോ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു. പടത്തിൻ്റെ ടീസർ വന്ന സമയത്ത് ഇത് ജൂലൈയിൽ റിലീസ് ചെയ്യുന്നതായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ ഇപ്പം ഒക്ടോബർ ആയി. എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ഡിലേ വന്നത്? ഇതിൻ്റെ ജൂലൈ നമ്മൾ പ്ലാൻ ചെയ്തത്, അന്നെല്ലാം പ്ലാൻ ചെയ്തത് ജൂലൈ 26 അങ്ങനെയാണ് വെച്ചിരുന്നത്. ആ സമയത്താണ് വയനാടിൻ്റെ ഒരു കലാമിറ്റി ഉണ്ടായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതിനോട് സഹകരിച്ച് എല്ലാ റിലീസ് തീയറ്ററുകളും മാറ്റിയായിരുന്നു. അപ്പോൾ ജൂലൈയിൽ ഉണ്ടായിരുന്ന സിനിമകളെല്ലാം തന്നെ എല്ലാം മാറ്റി. ഞങ്ങൾ മാത്രമല്ല, എല്ലാ സിനിമകളും മാറ്റിയപ്പോൾ നമ്മളെല്ലാം തിയേറ്ററുകൾ ബ്ലോക്ക് ചെയ്യുന്നത് ആ സമയത്തേക്കാണ്. അപ്പോൾ പ്രോബ്ലി എല്ലാവരും അവിടെ നിന്ന് അങ്ങോട്ട് ജമ്പ് ആകുമ്പോൾ അടുത്ത റിലീസ് ഡേറ്റിന് തിയേറ്റേഴ്സ് കിട്ടുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ കുറേ പടങ്ങൾ തമിഴിൽ നിന്നും എനിക്കൊന്ന് വിജയുടെ ഗോട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് പടങ്ങൾക്കൊക്കെ ഫുൾ തിയേറ്ററുകൾ നേരത്തെ തന്നെ ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ തിയേറ്റർ കിട്ടാനുള്ള ഒരു സമയം, നല്ലൊരു ഡേറ്റ് നോക്കി പിന്നെ അടുത്ത ഡേറ്റ്, അങ്ങനെയാണ് ഒക്ടോബർ 4 എന്ന രീതിയിലേക്ക് ലാൻഡ് ചെയ്തത്. ഒരു വെക്കേഷൻ ടൈം, പൂജ ഹോളിഡേയ്സ്. ഓക്കെ. ഇപ്പം രാഹുൽ രാജിൻ്റെയിലേക്ക് വരികയാണെങ്കിൽ ചോട്ടാ മുംബൈയിൽ കരിയർ തുടങ്ങുന്നുണ്ട്. ചില സംഗീത സംവിധായകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് അതുമായിട്ട് ബന്ധമുള്ള അതല്ലെങ്കിൽ അതേ പാറ്റേൺ. പക്ഷേ രാഹുലിൻ്റെ കരിയറിലേക്ക് നോക്കിയിട്ട് ഡിസ്കോഗ്രഫി നോക്കുകയാണെങ്കിൽ ഒന്നൊന്നിനോട് വ്യത്യാസമാണ്. ഇപ്പം ബാച്ചിലർ പാർട്ടി അല്ല ചോട്ടാ മുംബൈ, ഇതൊന്നുമല്ല വേറൊരു ഇപ്പം ആൽബം സോങ് ആണെങ്കിൽ ജിംഗിൾസ് ആണെങ്കിൽ ഇതൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. സോ ഇതൊരു ബോധപൂർവം ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത് ഇപ്പം ചില ഡയറക്ടേഴ്സെങ്കിലും പറയുമല്ലോ, എനിക്ക് ആ മോഡിലുള്ള സാധനം വേണം, ഈ മോഡിൽ. പക്ഷെ അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ രാഹുലിൻ്റെ ഡിസ്കോഗ്രഫിയിൽ കാണില്ല. അതിനെടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? അതിന് ബോധപൂർവമായിട്ടുള്ളൊരു ഡിസൈൻ ഒന്നുമില്ല. അപ്പോൾ ബേസിക്കലി ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്രാഫ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്കിൽ എന്താണ്. ഇതൊരു സ്കില്ലും കൂടെയാണ്. അപ്പോൾ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ പ്രോഗ്രാമിങ്ങും ഞാൻ തന്നെ ചെയ്യുന്നത്, എൻ്റെ പരിപാടികൾ മോസ്റ്റ്ലി. അപ്പോൾ അത് ആ ഒരു സ്കില്ലാണത്. സ്കില്ലെന്ന് പറഞ്ഞാൽ ഈവൻ നമ്മുടെ മസിൽ മെമ്മറി പോലും അതിൻ്റെ ഭാഗമാണ്. നമ്മൾ അല്ലേ, അപ്പോൾ ഇപ്പോൾ ഓക്കെ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ആ ഒരു സ്കില്ലുണ്ട്. ആ സ്കില്ല് നമ്മൾ ഇവോൾവ് ചെയ്ത് അല്ലെ അതിനെ ബെറ്റർ ചെയ്യുക, അല്ലെ പുതിയ ടെക്നോളജീസ് ഇവോൾവ് ചെയ്യുമ്പോൾ മ്യൂസിക്കൽ സൈഡിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഈ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്ന സ്പീഷീസ്, ഇപ്പോൾ ഇവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ വോണ്ട് ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഓർ വോണ്ട് ബി ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ്, ബട്ട് ദ സ്പീഷീസ് ദാറ്റ് ക്യാൻ അഡാപ്റ്റ് ടു ചേഞ്ച്. അപ്പോൾ ആ ചേഞ്ചിനോട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓരോ കാലത്തും നമുക്ക് റെലവൻ്റ് ആയിട്ട് ഉള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണെങ്കിലും ഇപ്പോഴത്തെ സമയം നോക്കുകയാണെങ്കിൽ ക്രിയേറ്റേഴ്സിൻ്റെ സമയമല്ലേ, എല്ലാവരും എവരിബഡി ഈസ് എ ക്രിയേറ്റർ. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ ഇവോൾവ് ചെയ്ത നമ്മളുടെ ഇപ്പോൾ ലെഗസി, ഇപ്പോൾ നമ്മൾ ഇത്രയും വർഷം ഇങ്ങനെ ചെയ്തു, അല്ല അങ്ങനത്തെ പാട്ടുകൾ ചെയ്തു, അത് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. യു ഹാവ് ടു ബി, നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ഇവോൾവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ വിഷൻ്റെ കൂടെ നിൽക്കുക, ബട്ട് അതിൽ നമുക്ക് എന്ത് പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വാട്ട് യു ക്യാൻ ഡു ഡിഫറെൻ്റ്ലി, അതാണ്. ഈ പുഷ്പവിമാനത്തിൽ എങ്ങനെയാണ് പാട്ടുകൾ എത്രത്തോളം ഉണ്ട്? ബീജിയമും പാട്ടുകളും ഇതിലെ ബീജിയം എല്ലാം കൂടെ ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലല്ല. പടത്തിൻ്റെ
നറേറ്റീവിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ആദ്യം 2 പാട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങി തോന്നുന്നു. പക്ഷെ ഇപ്പൊ കറങ്ങി തിരിഞ്ഞു വന്ന് 4-5 പാട്ട് ചെയ്യിപ്പിച്ചു. ഇതൊക്കെ സിനിമയിൽ തന്നെ അതൊരു ഈ ഡയറക്ടറും പ്രൊഡ്യൂസറിന്റെയും നെക്സസിലുള്ള ഒരു ട്രിക്കാണോ എന്ന് വരെ ഞങ്ങൾ സംഗീത സംവിധായകർ ശക്തമായി ചോദിക്കുകയാണ്. കാരണം പടം ചെയ്തു വരുമ്പോൾ 5-6-7 പാട്ടൊക്കെ ഉണ്ടാവും പല പടങ്ങളിലും. പക്ഷെ വരുമ്പോ ഒരു പാട്ടും ഒരു അരപ്പാട്ടും. അപ്പൊ ഈ അരപ്പാട്ടിന് റേറ്റ് കുറവായിരിക്കും എന്നൊക്കെയാണ് ചിന്താഗതി. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഇല്ല. അപ്പൊ ആ ഒരു ചെയ്തു വരുമ്പോൾ നമ്മൾ ഈ വാട്ട് എവർ ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നറേറ്റീവിനെ എന്ത് സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ അവിടെ ഒരു ട്രാക്ക് വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ട്രാക്ക് വന്നാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ആഡപ്പ് ചെയ്തു വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിനൊരു പ്രോഗ്രസീവ് ഒരു ഫോർവേഡ് പേസ് ഉണ്ട്. അപ്പോൾ ആ പേസിനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആലംബന എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അത് ഈ പറഞ്ഞാൽ ആ ഒരു പേസിനെ സാധൂകരിക്കുന്ന ഒരു പാട്ടാണ്. ഈ സിനിമയുടെ ഒരു പേസ് എന്താണ് എന്നുള്ളത് മലയാളത്തിലെ തന്നെ പല പ്രമുഖരായ സംവിധായകരെയും കൂടെ ആണ് അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റൻ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സമുദ്രകനി തമിഴിലെ പ്രധാന സംവിധായകനായ സമുദ്രകനി ചെയ്ത മലയാള ചിത്രത്തിലും ആയിട്ടുണ്ട്. പത്മകുമാറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ശ്രീകുമാർ മേനോൻ. അപ്പം ഈ സിനിമയിലേക്കുള്ള, അതായത് സിനിമയാണ് എൻ്റെ മാർഗം, സിനിമയിലാണ് എൻ്റെ ജീവിതം എന്നുള്ള ഡിസിഷനൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്? ഞാനൊരു സാധാരണക്കാരനായ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയ സിനിമ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നൊരു തിയേറ്ററിൻ്റെ മുറ്റത്താണ്. അപ്പോൾ എറണാകുളം ജില്ലയിലെ ചെറായി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ അവിടെ ഒരു വിക്ടറി എന്ന് പറഞ്ഞ ചെറിയൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. C ക്ലാസ് തിയേറ്ററാണ്. അതിൻ്റെ മുറ്റത്തിലാണ് എനിക്ക് വീടിൻ്റെ മുറ്റമില്ല, തിയേറ്റർ മുറ്റത്താണ് കളിച്ച് വളർന്നതെല്ലാം. അപ്പോൾ കുട്ടിക്കാലം തന്നെ അങ്ങനെയായിരുന്നു. പക്ഷെ ഒരിക്കലും ഈ ഫീൽഡിൽ വരുന്നതാണ് അന്ന് ആഗ്രഹിച്ചത്, പഠിച്ച് വലിയ ലെവലിലേക്കൊക്കെ പോകണം എന്ന്. അപ്പോൾ നമ്മളൊക്കെ പറയാറില്ല, നമ്മളൊക്കെ എത്ര ആഗ്രഹിച്ചാലും നമ്മളുടെ ഒരു സോൾ അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്ത അറ്റ്മോസ്ഫിയർ നമ്മളെ തിരിച്ചതിനകത്തേക്ക് കൊണ്ട്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു ആ തിയേറ്ററിൽ ഞാൻ ഒരു സിനിമ ടിക്കറ്റ് കൊടുക്കണ ഞാനായിരിക്കും. ചിലപ്പോൾ ടിക്കറ്റ് കീറാൻ നിൽക്കണമെന്ന് ഞാനുണ്ടാവും, ചിലപ്പോൾ പ്രൊജക്റ്റ് ഇരിക്കണമെന്ന് ഞാൻ പോയി നിൽപ്പുണ്ടാവും. അപ്പോൾ ഒരു സിനിമ ലാലേട്ടൻ്റെയൊക്കെ സിനിമകളൊക്കെ ഞാൻ അവിടെ പില്ലർസൊക്കെ ഉണ്ട് ഇവിടെ തിയേറ്ററിനകത്ത്. ലാലേട്ടൻ്റെ ഒരു മീശ ചിലപ്പോൾ തിയേറ്ററിൽ പില്ലറിലായും കാണുക. പണ്ട് തച്ചോളി വർഗീസും യോധ അങ്ങനെയുള്ള സിനിമകളൊക്കെ ഞാൻ കാണുന്നത് മിനിമം ഒരാഴ്ച ഷോ കളിക്കുമ്പോൾ എല്ലാ ദിവസവും പോയി കാണും. മിനിമം കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക സിനിമ. വേറെ ഫ്രണ്ട്സ് ഇല്ല, കാരണം നമ്മുടെ തിയേറ്റർ കോമ്പൗണ്ട് ഏരിയ ആയതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ വേറെ ദൂരെയാണ്. അപ്പോൾ കളിക്കുക എന്ന് പറയുന്നത് ഇതിനകത്താണ് മൊത്തം. സിനിമ തന്നെ കണ്ടിന്യൂസ് കാണുക എന്നുള്ളതായിരുന്നു അന്നത്തെ ചൈൽഡ്ഹുഡ്. പക്ഷെ അപ്പോൾ മാക്സിമം ഇത് ഈ ഫീൽഡിലേക്കൊന്നും അങ്ങനെ ഒരു അംബീഷനോ പാഷനോ അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് ലൈഫ് മുന്നോട്ട് വന്ന് എഡ്യൂക്കേഷൻ എടുത്തു, ഓരോ ഇതെടുത്ത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് എഴുതാനുള്ള ഇൻട്രസ്റ്റുകൾ വന്നു തുടങ്ങി. അങ്ങനെ ഒരു സബ്ജക്റ്റ് എഴുതി അങ്ങനെ അത് എങ്ങനെ എത്തിക്കണം എന്നൊക്കെ അങ്ങനെ ഒരു ശ്രമങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനത്തെ ഒരു പാഷൻ പിന്നീട് വരുന്നതാണ്, അല്ലാതെ ബൈ ബോൺ നമുക്ക് അങ്ങനെ ഒരു പാഷനോ ഇങ്ങനെ എത്തണമൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിൻഡ് ആയിട്ട് പിന്നെ ആ ഒരു ലെവലിലേക്ക് എത്തണം, ട്രെയിൻഡ് ആവണം, സബ്ജക്റ്റ് എന്നും ആ സബ്ജക്റ്റ് പ്രസന്റ് ചെയ്യണം എന്താവണം എന്ന് ആലോചിച്ചപ്പോൾ അവ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് സിനിമകൾ കണ്ട് സിനിമയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയ സിനിമയിലേക്ക് വന്ന ആളാണ് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. ആദ്യം ജോമോൻ എന്ന് പറയുന്ന സാമ്രാജ്യം ജാക്ക്പോട്ടൊക്കെ ചെയ്ത ജോമോൻ എന്ന് പറയുന്ന ഭാർഗവീരത 3-ാം കണ്ടാണ് അദ്ദേഹം ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി കസിൻ്റെ സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒരു സിനിമയ്ക്ക് കയറണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം ഉയരങ്ങളിൽ എന്ന് പറഞ്ഞിട്ടും ലാൽ സാറിൻ്റെ പഴയൊരു സിനിമയുണ്ട്, അത് റീമേക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കായിരുന്നു ഈ ജോമോൻ സാറ്, രാജുവേട്ടനെ വെച്ചിട്ട് അന്ന് അനൗൺസ്. അപ്പോൾ അതൊക്കെ എനിക്ക് ആദ്യം കിട്ടുന്ന സ്ക്രിപ്റ്റാണ്. അങ്ങനെ MT സാർ ഇത് സ്ക്രിപ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ അത് വേറൊരു ലൈഫായിരുന്നു അത് തുടങ്ങുമ്പോൾ. പിന്നെ അദ്ദേഹം തന്നെ കടാവർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യാൻ പോയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ നാൾ അദ്ദേഹം സിനിമകൾ ചെയ്തില്ലെങ്കിലും ആ സിനിമകൾ എങ്ങനെ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റി. പിന്നീട് ഉദയാനന്ദൻ എന്ന് പറയുന്ന ഡയറക്ടർ, പ്രണയകാലവും ഇതൊക്കെ ചെയ്തിരുന്ന വൈറ്റ് എന്ന് പറഞ്ഞ മമ്മൂക്കപ്പടമൊക്കെ ചെയ്ത ഉദയാനന്ദൻ. പിന്നെ അതിനുശേഷം സമുദ്രകനി സാറ്, മേജർ രവി സാറിൻ്റെ കൂടെ ബിയോണ്ട് ബോർഡർ എന്ന് പറഞ്ഞ ലാൽ സാറിൻ്റെ പടം. പിന്നെ പപ്പേട്ടൻ്റെ കൂടെ കണ്ടിന്യൂസ് പപ്പേട്ടൻ്റെ കൂടെ ട്രാവലായിരുന്നു. പപ്പേട്ടൻ്റെ കൂടെ വന്ന ശേഷം പിന്നെ വേറെ കണ്ടിന്യൂസ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു. ജോസഫ്, മാമാങ്കം, ഒടിയൻ, ശ്രീകുമാർ സാറിൻ്റെ കൂടെ ഒടിയൻ, ജോസഫിൻ്റെ തമിഴ്, 10-ാം വളവ്, ക്യൂൻ എലിസബത്ത് വരെയുള്ള ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ വരെയും അസോസിയേറ്റും ചീഫ് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അത് വലിയൊരു ഗുണമായിരുന്നു എനിക്ക് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തത്. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ഡയറക്ടേഴ്സ് ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 600 ഡയറക്ടേഴ്സ് എങ്കിലും ഞങ്ങളുടെ യൂണിയനിലുണ്ടാവും. ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് യൂണിയനിൽ തന്നെ ഡയറക്ടേഴ്സിനെ കൂടെ അസോസിയേറ്റ് ആയിട്ടും ഉണ്ടാവും. മൊത്തം 1200 ആൾക്കാരെങ്കിലും ഡയറക്ടർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു സിനിമ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമല്ലോ. ഇപ്പോൾ മലയാളത്തിൽ ഈ ഡയറക്ടർ ചെയ്ത സിനിമ ഇന്നതാണെന്ന് പറയപ്പെടണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഇതിൻ്റെ റൈറ്റേഴ്സ്, ഇതിൻ്റെ സന്ദീപ് സദാനന്ദൻ, ദീപു എസ് നായർ എന്ന് പറഞ്ഞ 2 റൈറ്റേഴ്സാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇവരെന്നെ ആദ്യമായിട്ട് മാമാങ്കം എന്ന പടത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സബ്ജക്റ്റായിട്ട് വരുന്നത് കാണുന്നതും.
അപ്പോൾ ആ സബ്ജക്റ്റ് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഹ്യൂമർ പരിപാടിയായിരുന്നു. പിന്നീട് ഞങ്ങൾ വേറൊരു ത്രില്ലർ പരിപാടി പ്ലാൻ ചെയ്തു. അപ്പോൾ ഒരു സബ്ജക്റ്റ് ആദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഔട്ട്സ്റ്റാൻഡിങ് നമ്മുടെ പേരിലൊരു സിഗ്നേച്ചർ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സബ്ജക്റ്റ് വേണം എന്ന് ആലോചിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ടൈം ലൂപ്പ് കോൺസെപ്റ്റ്. അങ്ങനെ ഒരു ഈ കോൺസെപ്റ്റ് ആദ്യം വെച്ച് സ്ക്രിപ്റ്റ് ചെയ്യാൻ അല്ല, കോൺസെപ്റ്റോട് കൂടി നമ്മൾ അങ്ങനെ ഒരു കണ്ടന്റ് വന്നപ്പോൾ അതിനെയാണ് പ്രിഫർ ചെയ്തത് ഞാൻ. ആദ്യം 2 ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ വന്നു. പക്ഷെ അത് നമ്മൾ ലോക്ക് ആവാതെ വന്നപ്പോൾ നമുക്ക് വീണ്ടും ലുക്കിംഗ് ഫോർ സംതിങ് ഡിഫറെൻറ്റ്. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നപ്പോൾ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് പരിപാടി ആക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു മലയാളത്തിലെ ആദ്യത്തെ ടൈം ലൂപ്പ് ത്രില്ലർ ചെയ്ത ഡയറക്ടർ എന്ന് പറയപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. അതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അത് പക്ഷേ എളുപ്പമായിരുന്നില്ല. എഴുതി വെച്ച പോലെ ഇപ്പോൾ സിജു ഓടുന്നു, ഇന്ന സമയത്ത് ബാലു ഓടുന്നു എന്ന് എഴുതി വെച്ചാൽ മതി. അതായത് ഒരു ഉത്സവപ്പറമ്പിൽ ആന ഇടഞ്ഞു, ആളുകൾ ഓടി, ഒരു പേപ്പറിൽ അത്ര എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അതെടുക്കാൻ ഒരു 50 ഷോട്ടെങ്കിലും എടുക്കണം, 4 ദിവസമെങ്കിലും എടുക്കണം. കാരണം ഉത്സവപ്പറമ്പ് സെറ്റ് ചെയ്യണം, അതിനകത്ത് ആന ഇടയാനുള്ള സാഹചര്യം, ആന ഇടയുന്നു, ആൾ ഓടുന്നു. അപ്പോൾ അത് വലിയൊരു ചലഞ്ചായിരുന്നു. ഒരു പക്ഷേ എന്നെ പോലുള്ള ഒരു തുടക്കക്കാരന്, ആദ്യം ഡിസൈൻ ഡയറക്ടർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഗുരുക്കന്മാരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ആണ്. പത്മകുമാർ സാറിൻ്റെയും മേജർ രവി സാറിൻ്റെയും സമുദ്രക്കനി സാറിൻ്റെയും ഉദയൻ, എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്തപ്പോൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തു. മാമാങ്കം 1000-1500 ലൊക്കേഷൻ സ്റ്റുഡിയോ ആർട്ടിസ്റ്റിനെ ഹാൻഡിൽ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ള അവരുടെയൊക്കെ കൂടെ ഉണ്ടായ എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതെപ്പോഴും പറയാതിരിക്കാൻ പറ്റത്തില്ല. സാധാരണ ഒരാൾ കാണുന്ന ഏറ്റവും ഡ്രീമാണല്ലോ ഒരു മോഹൻലാൽ പോലുള്ള ഒരാളുടെ സിനിമയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ഇടയ്ക്ക് അവിടെ നിന്ന് ബ്രേക്ക് എടുത്ത് ഈ പഠിക്കാൻ പോവുക എന്നുള്ള സാധനം, അതൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. കാരണം വലിയ സിനിമകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ തന്നെ ആളുകൾ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് പഠിക്കാം. ഈ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഒരു സമയം എല്ലാ കലാകാരന്മാർക്കും ഉണ്ടാകും. ദർ ഇസ് എ ടൈം വെൻ യു ഫീൽ ലൈക്ക് നമ്മളൊന്ന് സാച്ചുറേറ്റഡ് ആയി നമുക്ക് തന്നെ തോന്നുന്നൊരു ടൈമുണ്ട്. നമ്മൾ ചെയ്യുന്ന സാധനം ഇത് ഞാൻ തന്നെ അല്ലെ നമ്മൾ റിപ്പീറ്റേഷൻ ആണോ, അല്ലെങ്കിൽ എവിടെയോ ഒരു സാച്ചുറേഷൻ പോയിന്റ്, ഒരു സ്പോഞ്ച് എടുത്ത് നമ്മൾ വെള്ളത്തിൽ മുക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട് ആ വെള്ളം ഹോൾഡ് ചെയ്യുന്നതിൽ. എന്ന് പറഞ്ഞാൽ ഒരു സാച്ചുറേഷൻ ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ നീഡ് ടു ടേക്ക് എ നെക്സ്റ്റ് സ്റ്റെപ്പ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എന്ത് ചിന്തിച്ചാലാണ് നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ പറ്റുക എന്ന് പറയുന്ന സമയം. പലപ്പോഴും ഒരു വലിയൊരു എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുമ്പോഴായിരിക്കും നമ്മൾ മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ ലൈഫ് ഇവൻറ്റ്, ചിലപ്പോൾ നമ്മളെ ഭയങ്കര സ്വാധീനിക്കുന്ന നെഗറ്റീവോ പോസിറ്റീവോ ആവാം, ഒരു ഇവൻറ്റിലൂടെയാണ് നമ്മൾ ചേഞ്ച് ആവുക. അപ്പോൾ അങ്ങനെ ഒരു ഇവൻറ്റ് വേണമെങ്കിൽ ഈ ഒരു കട്ട് ഓഫ് വേണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതൊരു കെയർഫുള്ളി ഡിസൈൻഡ് കാര്യമല്ല. ഐ വാണ്ടഡ് ടു ഡു ദിസ്. ഈ ഓർക്കസ്ട്രൽ സ്കോറിങ് പഠിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ കഥകളി പഠിക്കണമെങ്കിൽ ആദ്യം കലാമണ്ഡലത്തിൽ വന്ന് പഠിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലയിടത്തും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവർ വേർദർ ടീച്ച് ദിസ് ദ ബെസ്റ്റ്. അപ്പോൾ ബർക്ക്ലിയിലാണ് ഇത് ഏറ്റവും നല്ലൊരു ഫിലിം സ്കോറിംഗ് പ്രോഗ്രാം ഉള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഐ വോണ്ടഡ് ടു ഡു ദാറ്റ്. അപ്പോൾ അത് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നമ്മൾ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ വെക്കും, പക്ഷേ അത് നമുക്ക് തന്നെ ഇൻ ദ ബാക്ക് ഓഫ് ദ മൈൻഡ് നമുക്കൊരു തോന്നലുണ്ട്, അത് ഇതൊരു ആഗ്രഹം, എല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ. ആ ആഗ്രഹം പക്ഷെ താലോലിച്ച് നമ്മൾ അതിൽ സംതൃപ്തി അടയാറുമുണ്ട് അല്ലേ. ചിലപ്പോൾ ആ ആഗ്രഹം നമ്മൾ പക്ഷെ അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ ഒരിക്കലും ആഗ്രഹത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമാകുമെന്ന് പോലും ഞാൻ ഡൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഹൗ അറ്റ് സം പോയിന്റ് ഐ വാണ്ടഡ് ടു ഡു ദിസ്, അല്ലെങ്കിൽ ഇത് ചെയ്തേ മതിയാവൂ എന്നുള്ളൊരു. പിന്നെ ആ ഒരു മെയിൻ ഒരു സാധനം, എൻ്റെ സിസ്റ്റർ കൂടെ അതിൽ ഇൻവോൾവ് ആണ്. പെങ്ങളിപ്പോൾ ഇല്ല. അപ്പോൾ പെങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ദാറ്റ് ഐ ഷുഡ് കണ്ടക്ട് ആൻ ഓർക്കസ്ട്ര ലൈക്ക് ലൈവായിട്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഓർക്കസ്ട്ര നമുക്ക് റെക്കോർഡ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഒരു കുറേ ഈ പറഞ്ഞ പോലെ നമ്മളൊരു മ്യൂസിക് സൂപ്പർവൈസറിനെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ സ്കോർ അയച്ചു കൊടുത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാലമാണിത്. പക്ഷേ ദർ വാസ് എ ടൈം വെൻ യു ഹാവ് ടു ഗോ ഇൻ ടു ദ ഓർക്കസ്ട്ര, സ്റ്റാൻഡ് ഇൻ ദ പോഡിയം, അല്ലെങ്കിൽ ആ ഒരു 50-60 ആളുകളുടെ മുമ്പിൽ നിന്ന് നമ്മൾ നൊട്ടേറ്റ് ചെയ്ത് സ്കോർ ചെയ്യുക, ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഇപ്പോൾ പറഞ്ഞ പോലെ അതൊരു ട്രഡീഷണൽ എന്ന് വേണമെങ്കിൽ പറയാം. വെസ്റ്റേൺ സ്കോറിങ്ങിൽ ട്രഡീഷണൽ വേ ഓഫ് സ്കോറിംഗ് എന്ന് പറയാം. പക്ഷെ ആ ഒരു പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ എന്താ പറയുക, ഈ നട്ട്സ് ആൻഡ് ബോൾട്ട്സ് എന്താണെന്ന് പഠിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളതിന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ഊഹം വെച്ച് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇപ്പോൾ ഈ പറഞ്ഞാൽ ചേച്ചി പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് ചെയ്യണം എന്നുള്ളൊരു, ചേച്ചി ഇല്ലാത്ത സമയം വന്നപ്പോഴാണ്. അതിനു മുമ്പ് ചേച്ചി എനിക്ക് വേണ്ടി ഈ കോളേജസിലേക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് വേണ്ടി തന്നെ ഞാൻ പോലും അറിയാതെ അപ്ലൈ ചെയ്തൊക്കെ ചെയ്യുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ലെറ്റേഴ്സ് എപ്പോഴും വരും ഇമെയിലിൽ, ഇതെപ്പോൾ വന്നു എപ്പോഴും വന്നുകൊണ്ടിരിക്കും.
അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ മൂവിയിൽ കണ്ട പോലെ ചേച്ചി എനിക്കൊരു സിഗ്നൽ അയക്കുകയാണോ എന്ന് പോലും ആ ഒരു ഫീലിലാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. പുള്ളിക്കാരിക്ക് വേണ്ടി ചെയ്യണമെന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം അതിനുവേണ്ടിയുള്ള പണം സ്വരൂപിക്കാനുള്ള യാത്ര. അപ്പോൾ ഈ അടുത്ത് ഈ പറഞ്ഞ നമുക്ക് പരിചയമുള്ള സംവിധായകരൊക്കെ എന്നോട് ചോദിച്ചത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം, തിരിച്ച് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് കരിയറിനെ അത് ബാധിക്കില്ലേ? ആക്ച്വലി ഐ ഡിഡ് നോട്ട് ഇൻറ്റൻഡ് ടു ഈവൻ മേ ബി കം ബാക്ക്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വാട്ട് വിൽ ഹാപ്പൻ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു അടുത്ത സ്റ്റെപ്പ് ജനറലി അവിടെ നിന്ന് LA പോകലായിരിക്കും ആ കോളേജിൽ നിന്ന്. ജനറലി ഇപ്പോൾ ഏതെങ്കിലും ഹോളിവുഡിലുള്ള കമ്പോസേഴ്സിന് അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കും. അത് ചിലപ്പോൾ ഒരു 5-6 വർഷമൊക്കെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ആദ്യം കോഫി മേക്കിംഗ് ആയിരിക്കും ജോലി, ചിലപ്പോൾ പിന്നീട് സ്റ്റുഡിയോ ക്ലീനിങ് ആയിരിക്കും ജോലി, പിന്നെ കേബിൾ കുത്തലായിരിക്കും ജോലി. പക്ഷേ ഐ വാസ് ആക്ച്വലി റെഡി, മെൻ്റലി പ്രിപ്പയർഡ് ടു ഡു ഓൾ ഓഫ് ദാറ്റ്. കാരണം അതൊരു ദാറ്റ് വുഡ് ഹാവ് ബീൻ എ പ്രോസസ് ഫോർ മീ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ലൈഫ് ഇപ്പോൾ സിനിമ ചെയ്യൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് സക്സസിൻ്റെ പാരാമീറ്റർ എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്തുള്ള നമ്മുടെ ഇപ്പോൾ എല്ലാ സമയത്തും ആ സമയത്തുള്ള നമ്മളുടെ മൈൻഡിനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുക. അപ്പം ഞാൻ ഒരിക്കലും തിരിച്ചു വരുന്ന പോലും ലിറ്ററലി ചിന്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മരക്കാറ് സംഭവിച്ചപ്പോഴാണ് തിരിച്ചു വരണം എന്നുള്ളൊരു ഓപ്ഷൻ വന്നത്. ചോട്ടാ മുംബൈയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു റീസ്റ്റാർട്ടും. അതെ അപ്പോൾ ഓരോ റീസെറ്റാണ്. നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ എന്താ പറയുക, യൂണിവേഴ്സിൻ്റെ പോക്ക് തന്നെ അങ്ങനെയല്ല. കുറേ കഴിയുമ്പോൾ ഒരു പ്രളയം അല്ലെങ്കിൽ വലിയൊരു കലാമിറ്റി ഉണ്ടാകുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജീവൻ ഉണ്ടാകുന്നു. അപ്പോൾ എപ്പോഴും ലൈഫ് ഗോസ് ഓൺ അല്ലെങ്കിൽ ദ ഫോഴ്സ് ഗോസ് ഓൺ അല്ലേ? ആ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും റീഇൻവെൻറ്റ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ ഓക്കെ ഇത്ര സിനിമകൾ ചെയ്തു, ഇത്ര വർഷങ്ങൾ സിനിമ ചെയ്തു, ഇനി ഇപ്പോൾ റിട്ടയർ ചെയ്തേക്കും, അങ്ങനെ ഒരു പ്രോസസ്സ് ഉദിക്കുന്നില്ല. ഇതിൻ്റെ അകത്തെ കഥാപാത്രങ്ങളെ നായകൻ സിജു ആണ്, ബാലു ഉണ്ട്, മറ്റ് കഥാപാത്രങ്ങളൊക്കെ പിക്ക് ചെയ്ത ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അപ്പോൾ അത് സിജു എന്ന് പറയുന്ന ക്യാരക്ടറും ബാലു കഴിഞ്ഞ് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സുഹൃത്തിനെ വേണമായിരുന്നു. അങ്ങനെയാണ് ബാലു കഥാപാത്രം എത്തിപ്പെട്ടത്. നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊരു പോലീസ് ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതുമയുള്ള, ഇപ്പോൾ കഴിഞ്ഞ കണ്ണൂർ സ്ക്വാഡിലായാലും കുറേ പുതിയ പടങ്ങളിലെല്ലാം വരുന്നവരെല്ലാം പുതിയ ആൾക്കാരും അല്ലെങ്കിൽ ഇതുവരെ ആരും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ അവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ചൂസ് ചെയ്യുന്ന രീതിയിലാണ് ധീരജ് ഡെന്നി എന്ന് പറഞ്ഞാൽ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗിലൊക്കെ നായകനായിരുന്ന പുള്ളിയാണ് ഇതിനകത്ത് ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് അമ്മ ക്യാരക്ടർ സിജു വിൽസൺ, ബാബാ കല്യാണി എന്നൊക്കെ പറയുന്ന പോലെ സിജുവിൻ്റെ പേര് അജയ് മഹേശ്വരി എന്നാണ്, അമ്മയുടെ പേര് ചേർത്ത് വരുന്നത്. അപ്പം അങ്ങനെ ഒരു അമ്മ വേണം, നല്ല കട്ടയ്ക്ക് നിൽക്കുന്നൊരമ്മ. കൊല്ലാൻ പറഞ്ഞാൽ തല്ലിക്കൊണ്ടുവരാൻ പറയുന്ന ടൈപ്പോട്ട് അമ്മ എന്ന് പറയുന്ന അമ്മ വരുമ്പോൾ അത് ലെനച്ചേച്ചിയാണ്. അങ്ങനത്തെ ഒരു ജൂഡോ ടീച്ചർ, ജൂഡോ പഠിപ്പിക്കുന്ന ലെനച്ചേച്ചിയാണ് അമ്മ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് മനോജ് കെയു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. നിങ്ങൾ തിങ്കളാഴ്ച ഇതിലൊക്കെ നിങ്ങൾ ഭയങ്കര ക്യാരക്ടർ റോളുകളിലൊക്കെ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ആ ക്യാരക്ടറിനകത്തൊരു ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രമായിട്ടാണ്, അതായത് ലുക്ക് ആൻഡ് ഫീലും ഒക്കെ കണ്ടാൽ മനസ്സിലാവും, അമ്മാവൻ റോളായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്തൊരു പയ്യൻ ക്യാരക്ടർ ഉണ്ട്, അവൻ്റെ സിജുവിൻ്റെ ചേട്ടൻ്റെ മകനായിട്ട് വരുന്ന ഒരു കഥാപാത്രം വശിഷ്ഠ്, മിന്നൽ മുരളിയിലെ പയ്യൻ. രസമായിട്ടുള്ള ഇവർക്കൊക്കെ ഒരുപാട് ഫുൾ ലെങ്ത് റോൾ അല്ലെങ്കിൽ രസമുള്ള കഥാപാത്രം ഉള്ള ഏരിയ നല്ല രസമായിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നായിക തമിഴിൽ നിന്നുള്ളൊരു നായികയാണ്, നമ്രത എന്ന് പറഞ്ഞ കുട്ടിയാണ്. വേല എന്ന് പറഞ്ഞ പടത്തിലെ ഷെയ്ൻ്റെ നായികയായിട്ട് വന്ന ആളാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒക്ടോബർ 4 പടം ഓഡിയൻസിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായിട്ട് ടൈം ലൂപ്പാണ്, മുൻമാതൃകകൾ മലയാളത്തിലില്ലാത്ത ഒരു ചിത്രമാണ്. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? എനിക്ക് ഓഡിയൻസിലുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകർ നമ്മൾ ഒരുപാട് ഈ കോവിഡിന് ശേഷമൊക്കെ നമ്മുടെ മലയാളി പ്രേക്ഷകർ ഒരുപാട് പല ലാംഗ്വേജുകളിലും സിനിമകൾ കണ്ട് മനസ്സിലാക്കിയ ഒരാൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി എടുത്ത് നോക്കിയാൽ ആർട്ടിസ്റ്റുകളിലെ നോക്കിയിട്ടല്ല സിനിമ വിജയിക്കുന്നത്, കണ്ടന്റ് നോക്കിയിട്ട് വിജയിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ആ കോൺഫിഡൻസിൽ ഇത്രയും ഒരു പുതുമയുള്ള കണ്ടന്റ് എടുക്കാം എന്ന് ഞാൻ വിശ്വസിച്ചത്. അപ്പോൾ പുതുമയുള്ള കണ്ടന്റുകളെ സ്വീകരിക്കുന്ന പ്രേക്ഷകർ ഈ സിനിമ കണ്ട് വിലയിരുത്തി അതും സ്വീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. രാഹുൽ എന്താണ് ഓഡിയൻസ്? സെയിം അത് തന്നെ. അതായത് ഈ കണ്ടന്റ് ഇസ് ഡിഫറെൻറ്റ്, അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും, അത് കൊളുത്തിയാൽ ഓക്കെയാണ് എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഈ പറഞ്ഞ ഹൈപ്പ് കുറവാണ്, വലിയ ഹൈപ്പ് ചെറിയ സിനിമയാണ്. പക്ഷേ അത് ഇഫ് ദിസ് ഇസ് വർത്ത് എ വാച്ച്, പ്ലീസ് ഗോ ആൻഡ് വാച്ച്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ സിനിമയാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹൈപ്പായിട്ട്. ഓക്കെ, സോ ഹൈപ്പിന് വേണ്ടി പറഞ്ഞതല്ല, ശരിക്കും വ്യത്യസ്തങ്ങളായ സിനിമകൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ, നിങ്ങളുടെ ടീം വീണ്ടും ഒന്നിച്ച് വർക്കുകൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസ. താങ്ക് യു.